അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി. നിങ്ങൾക്കറിയാം, ഈ ചരക്ക് കപ്പൽ യാത്ര തുടങ്ങിയത് വിഴിഞ്ഞത്തു നിന്നായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത് തന്നെ ഈ കണ്ടെയ്നർ മടങ്ങിയെത്തിയിട്ടുണ്ടെന്നും മനസ്സിലാകുന്നു. തമിഴ്നാട് അതിർത്തിയായ പുഴിയൂരിലും ചില ഭാഗങ്ങൾ ചിലർ കരക്കടിഞ്ഞിട്ടുണ്ടെന്ന് ഷെവീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ ഷെവീദ്. ഈ അറബിക്കടലിലെ ആശങ്ക ഒരു തരത്തിലും മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ തീരദേശത്തടക്കം ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ആശങ്ക നിൽക്കുന്നു. അത് പലതരത്തിൽ തിരുവനന്തപുരം മേഖലയിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കെയിൻ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിനടുത്തതാ. എനിക്ക് പിന്നിൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖം കാണാം. തൊട്ടപ്പുറത്ത് വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനായി നമ്മൾ ആദ്യമേ നിർമ്മിച്ച വിഴിഞ്ഞത്തിന്റെ ഹാർബർ ഉണ്ട്. അവിടേക്ക് നമ്മളുടെ കടലിൽ നിന്ന് മുങ്ങിയ നമ്മുടെ കൊച്ചിയിൽ മുങ്ങിയ തോട്ടപ്പള്ളിയിൽ നിന്ന് 14.8 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ MSC എൽസ 3യുടെ അവശിഷ്ടങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു യെല്ലോ കളർ, ഒരു മഞ്ഞ നിറത്തിലൊരു കണ്ടെയ്നർ കാണാം. ആ കണ്ടെയ്നർ തുറന്നതാണോ അല്ലയോ എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമല്ല. അല്പസമയം മുൻപാണ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് വിഴിഞ്ഞത്തെ ഈ പ്രദേശവാസികളുടെ ശ്രദ്ധയിലേക്ക്, മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഈ പുലിമുട്ടൊക്കെ നിർമ്മിച്ച് ഹാർബറിലേക്ക് വള്ളം കയറുന്ന ഭാഗത്താണ് ഈ കണ്ടെയ്നർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ അപകടകരമായ ഒരു കാര്യം. കാരണം കപ്പലൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ഇത് വരുന്ന ഈ ഭാഗത്തേക്ക് നമ്മളുടെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് പോകുന്ന കപ്പൽ പാതയാണ്, കപ്പൽ ചാലാണ്, അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് വലിയ കപ്പലുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. കാരണം അതിന്റെ പ്രൊപ്പലറൊക്കെ തകർന്നു പോകാനുള്ള സാധ്യത, നമ്മൾ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ അത്തരം അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക അത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചും ഇവിടേക്ക് എത്തുന്ന ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടുമുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ ആശങ്ക ഈ വിഷയത്തിലുണ്ട്. കാരണം ഇത്തരം കണ്ടെയ്നറുകൾ തട്ടി വള്ളം മറിയാനുള്ള അപകടമുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് തീരത്തേക്ക് അടുത്തു, അതായത് രണ്ട് പുലിമുട്ടുകൾ, ആ ക്യാമറമാൻ അനന്തു നമ്മളുടെ ആ ഭാഗം, ആ വിഴിഞ്ഞം ഹാർബർ ഭാഗം കൂടി നമുക്ക് കാണിച്ചു തരും സ്കൈൻ. അതായത് ഈ കാണുന്നതാണ് ഈ വിഴിഞ്ഞം ഹാർബറിന്റെ പ്രധാനപ്പെട്ട പള്ളി കാണാം, മറ്റ് എഞ്ചിനീയറിംഗ് ഓഫീസുകൾ കാണാം. ഈ വള്ളങ്ങൾ ഇങ്ങനെ, സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു വള്ളം ഈ തുറമുഖത്തെ അടുത്തേക്ക്, ഹാർബറിന്റെ അകത്തേക്ക് കയറി പോകുന്നത് കാണാം. അതിന്റെ വളരെ അടുത്താണ് ഈ കണ്ടെയ്നർ ഉള്ളത് എന്നുള്ളതും ഇതിലെ അപകട സാധ്യത കൂട്ടുന്നുണ്ട്. ഏതായാലും ആ രീതിയിൽ അപകടമുണ്ട് സ്കെയിൻ. തൊട്ടപ്പുറത്ത്, അതായത് നമ്മുടെ തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള പൊഴിയൂരിൽ, അവിടെ പരുത്തിയൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ അനന്തുത ആ ദൃശ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ പോലീസിന്റെ ഒരു ഷിപ്പ് അത് ഇറങ്ങി വരുന്നുണ്ട്. ഈ പരിസര ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തും. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ നീക്കം എങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്നുള്ള കാര്യം അവർ പരിശോധിക്കും. ഇതെന്തായാലും തീരത്തേക്ക് എടുക്കും. അത് ഏതെങ്കിലും ലോങ് ബൂം ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെടുത്ത് കരയിലേക്ക് അടുത്ത് മുൻപ് നമ്മൾ പറഞ്ഞ ഇന്നലെയൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി, ചീഫ് സെക്രട്ടറി യോഗമൊക്കെ വിളിച്ച് അടിയന്തരമായി കരക്കടിയുന്ന വസ്തുക്കൾ അത് മാറ്റണമെന്ന് നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതുണ്ടാകും. ഈ പൊഴിയൂരിലെ കാര്യം പറഞ്ഞാൽ, പൊഴിയൂർ പരുത്തിയൂരിൽ ഇതുവരെ ഈ കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരുന്ന അസംസ്കൃത വസ്തുക്കൾ, കശുവണ്ടിയൊക്കെ വന്ന് അടിഞ്ഞു എന്നവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെയും കണ്ടെയ്നർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ജാഗ്രത തീരദേശത്തുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വളരെ അടുത്ത്, അല്ലെങ്കിൽ ആ കടൽ തന്നെയാണെന്ന് പറയാം, അവിടേക്കാണ് ഇപ്പോൾ ഈ MSC എൽസ 3യിൽ നിന്നും ഈ കടലിലേക്ക് പതിച്ച ഒരു കണ്ടെയ്നർ ഇവിടേക്ക് അടിഞ്ഞിരിക്കുന്നത്. കൂടുതൽ കണ്ടെയ്നറുകളും അസംസ്കൃത വസ്തുക്കളും തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ തുമ്പ വർക്കല ഭാഗത്തായിരുന്നു, ഇപ്പോൾ ഇത് ഇങ്ങ് അറ്റത്തേക്ക് പൊഴിയൂർ വരെ വ്യാപിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിഴിഞ്ഞത്തു നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.